പാലാ ജൂബിലിയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് സാംസ്കാരിക ഘോഷയാത്ര. ആൻഡ് പതിവ് പോലെ ഇക്കൊല്ലവും വിജയികളായിരിക്കുന്നത് പാലാ സെന്റ് തോമസ് കത്തീഡ്രലിലെ പിതൃവേദി അംഗങ്ങൾ അവതരിപ്പിച്ച ഈശോയുടെ കുരിശുമരണത്തെ ആസ്പദമാക്കിയുള്ള ടാബ്ലോയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 33-ാം വാക്യം അനുവർത്ഥമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച ഈ ടാബ്ലോ തന്നെയാണ് പാലാ ജൂബിലിയുടെ ചരിത്രത്തിലെ ദ ബെസ്റ്റ് വൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരും തങ്ങൾ കേൾപ്പിച്ച ആ കഥാപാത്രങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തത്. അതുതന്നെയാണ് കണ്ടുനിന്ന 10,000-കണക്കിന് ആളുകൾ ഈ ടാബ്ലോ തന്നെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ കാരണവും. ഈ ടാബ്ലോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ അവതരണമായിരുന്നു. അതിപ്പോൾ സെറ്റ് ആയാലും കോസ്റ്റ്യൂം ആണെങ്കിലും മേക്കപ്പ് ആയാലും ഒന്നിലും ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് ഈ ടീം അതിനെ അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഏതൊരു കാര്യവും വിജയപ്രദമാകണമെങ്കിൽ അതിന് പിന്നിൽ കൂട്ടായ പ്രവർത്തനവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്, അല്ലേ? ആൻഡ് പാലാ കത്തീഡ്രൽ പിതൃവേദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമിനെയായിരുന്നു. അവരുടെ ടീം വർക്ക് തന്നെയാണ് ഈ ഒരു സക്സസിന് പിന്നിൽ. ആൻഡ് ഈ ഇരിക്കുന്ന മനുഷ്യൻ ജിജു ചേട്ടനായിരുന്നു ഇതിന്റെ എല്ലാമായിട്ട് പിന്നിൽ ഓടി നടന്ന ഈ ടാബ്ലോയുടെ നെടുന്തൂണ്. അതുകൊണ്ടാണ് ഈ വർഷവും ഈ ട്രോഫി എടുക്കാനായിട്ട് സാധിച്ചത്. ഈ ടാബ്ലോയ്ക്ക് ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് അടുത്ത ജൂബിലിക്ക് നമുക്ക് കാണാം.